Good morning, all. Good morning. Arule. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ എല്ലാവരും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്ലിയർ ആണോ അത്രയും ഭാഗം? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എടുക്കാം നമുക്ക്. നമ്മ മേജർ ഡിസാസ്റ്റേഴ്സ് വരെയാണ് അല്ലേ എടുത്തത്? അവിടെ വരെയല്ലേ മിസ് പറഞ്ഞേ? നെക്സ്റ്റ് ഡിസാസ്റ്റർ പാരഡിഗ്ം. പാരഡിഗ്ം എന്ന് പറഞ്ഞാൽ മാതൃക അല്ലെ? കണ്ടിട്ടില്ലേ നമ്മ? അതിനൊക്കെ ഡ്രൈവർ ഇല്ലേ? പാരഡിഗ്ം ഇല്ലേ? ഉണ്ടോ? ഡ്രൈവറുടെ വാക്കിന് പാരഡിഗ്ം ഉണ്ടോ? മാതൃക ഉണ്ടോ? ഓക്കെ, ഡ്രൈവർ എന്നുള്ള വാക്കിന് പാരഡിഗ്ം ഉണ്ടോന്ന്, മാതൃക ഉണ്ടോന്ന്, അതായത് അതിന്റെ ഓരോ ലെക്ചറും സൂചിപ്പിക്കുന്നത് ഉണ്ടോ? ആ, അതേപോലെ ഡിസാസ്റ്ററിന് ഒരു പാരഡിഗ്ം ഉണ്ട്, മാതൃക. അതിലെ ഓരോ ലെറ്റേഴ്സും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് ഡി, ഡിറ്റക്ഷൻ അല്ലെ? ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മ ഇപ്പൊ അടുത്ത് ന്യൂസുകളിലൊക്കെ ഒരുപാട് കണ്ടതാണ് ഡിറ്റക്ഷൻ മെഷീൻ അല്ലെ? ഡിറ്റക്ഷൻ എക്യുപ്മെന്റ് കൊണ്ടുവന്ന് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടുപിടിക്കുന്നു എന്നും പറഞ്ഞ്. ആ, എന്തിനായിരുന്നു ആ കണ്ടുപിടിക്കുക? ഓക്കെ, ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടുപിടിക്കുക അല്ലെ? ആണോ? എന്താണെന്ന് മിണ്ടാത്തേ? ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാല് കണ്ടുപിടിക്കുക. ഇൻസിഡന്റ്, ഐ ഫോർ ഇൻസിഡന്റ് കമാൻഡ് അല്ലെങ്കിൽ ഇൻസിഡന്റ് മാനേജ്മെന്റ് എന്ന് പറയാം. ഇൻസിഡന്റ് കമാൻഡ് എന്നോ അല്ലെങ്കിൽ ഇൻസിഡന്റ് മാനേജ്മെന്റ് എന്ന് പറയാം. ഇൻസിഡന്റ്, ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യുക, കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ അത് കമാൻഡ് ചെയ്യുക അല്ലെ? ഇന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതിന് കമാൻഡ് കൊടുക്കുക, അതാണ് ഐ. നെക്സ്റ്റ് എന്താണ്? ഒരു ഇൻസിഡന്റ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവർക്ക് എന്ത് കൊടുക്കണം? സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി അല്ലെ? സുരക്ഷിതത്വം കൊടുക്കണ്ടേ? ഫസ്റ്റ് എന്താണ്? ഡിറ്റക്ഷൻ, കണ്ടുപിടിക്കുക. ഒരു ദുരന്തം ഉണ്ടായി എന്ന് കണ്ടുപിടിച്ചു, കണ്ടെത്തി. നെക്സ്റ്റ് ഇൻസിഡന്റ് കമാൻഡ് കൊടുത്തു, ഇൻസിഡന്റ് നടക്കുന്നു എന്നൊരു കമാൻഡ് കൊടുത്തു. നെക്സ്റ്റ് എന്താണ്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അല്ലെ? സുരക്ഷിതത്വം കൊടുക്കുക. നെക്സ്റ്റ് എ ഫോർ അസസ് ഹസാർഡ്. അസസ് ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപകടങ്ങൾ വിലയിരുത്തുക. ആ ഒരു ഡിറ്റക്ഷൻ അല്ല, സോറി, ആ ഒരു ഡിസാസ്റ്റർ സംഭവിച്ച അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം അപകടങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് അതിനെ വിലയിരുത്തുക. എസ് ഫോർ സപ്പോർട്ട്, അവർക്ക് പിന്തുണ നൽകുക അല്ലെ? പിന്തുണ നൽകണം, അവർക്ക് സപ്പോർട്ട് കൊടുക്കണോ? അപ്പൊ എസ് ഫോർ സപ്പോർട്ട്. ടി ഫോർ ട്രയേജ് ആൻഡ് ട്രീറ്റ്മെന്റ്, എന്താണ്? അവർക്ക് വേണ്ട ട്രയേജ്, ട്രീറ്റ്മെന്റും ചികിത്സയും നൽകണം. ഇ ഫോർ ഇവാക്വേഷൻ. ഇവാക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിപ്പിക്കൽ അല്ലേ? അവിടെ നിന്ന് അവരെ ഒഴിപ്പിക്കുക. ആർ ഫോർ റിക്കവറി, അവരെ വീണ്ടെടുക്കുക. എന്തെങ്കിലും ഒരു ഇൻസിഡന്റുമായി ഇപ്പൊ നമുക്ക് കൂടുതൽ മഴ പിടിക്കും എന്ന് വരാറുണ്ട്. നമുക്ക് കാലാവസ്ഥാ നിരീക്ഷകര് പറയില്ലേ, ഇന്ന സ്ഥലത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ? അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർക്ക് വെള്ളപ്പൊക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പറയാറുണ്ടോ? ആ, അതെന്താണ്? ഡിറ്റക്ഷൻ ആണ് അല്ലെ? കണ്ടുപിടിക്കലല്ലേ അത്? കണ്ടുപിടിക്കലാണോ? എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് മിസ് പറയുന്നത്. അത് അവർ കണ്ടെത്തി, ഡിറ്റക്ഷൻ ചെയ്തു. അതിനുശേഷം അവരെന്ത് ചെയ്യും? അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? കാലാവസ്ഥാ നിരീക്ഷകർ എന്ത് ചെയ്യും? ഗവൺമെന്റിനെ അറിയിച്ചിട്ട്
ഗവൺമെന്റ് എന്ത് ചെയ്യും? കമാൻഡ് കൊടുക്കും അല്ലേ? പെരിയാറിന്റെ താരത്ത് മുൻവീക്ഷണം. ഓക്കെ, അവരെന്ത് ചെയ്യും? പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവര് അല്ലെങ്കിൽ അവിടെ താമസിപ്പിക്കുന്ന എന്താണ് അവർക്ക് ഒരു കമാൻഡ് കൊടുക്കില്ലേ? ഇൻസിഡന്റ് കമാൻഡ് എന്താണ്? അവിടെ നിന്ന് മാറി താമസിപ്പിക്കാൻ അല്ലെ? താമസിക്കാൻ പറയാറുണ്ടോ? അല്ലെങ്കിൽ അവിടെ തന്നെ താമസിച്ചോളാൻ പറയോ? അപ്പൊ എന്താണ്? അവർക്ക് കമാൻഡ് കൊടുക്കാണ് അല്ലെ? ഇൻസിഡന്റ് കമാൻഡ് കൊടുക്കാണ്. ഇങ്ങനെ അവിടെ നിന്ന് മാറി താമസിക്കണം. നെക്സ്റ്റ് എന്താണ്? അവരുടെ സേഫ്റ്റി, സുരക്ഷ ഉറപ്പാക്കില്ലേ ഗവൺമെന്റ്? സുരക്ഷിതത്വം അവർക്ക് എന്താണ്? ആവശ്യമായിട്ടുള്ള ക്യാമ്പുകളൊക്കെ പ്രൊവൈഡ് ചെയ്യില്ലേ? വേണ്ട ഭക്ഷണങ്ങള്, അവർക്ക് ആവശ്യമുള്ള മെഡിസിനുകള്, അവർക്ക് ആവശ്യമായ ഷെൽട്ടേഴ്സ്, ക്യാമ്പുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും അല്ലെ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. നെക്സ്റ്റ് എന്താണ്? വിലയിരുത്തും. ആ അപകടം സംഭവിച്ചു കഴിഞ്ഞാല് എത്രത്തോളം നാശങ്ങൾ ഉണ്ടാവാം അല്ലേ? വിലയിരുത്തോ? എന്തു പറ്റി? മനസ്സിലാവുന്നില്ലേ? ക്ലിയർ ആണോ മിസ് പറയുന്നത്? അപ്പൊ വിലയിരുത്തുക, അതാണ് അസസ് ഹസാർഡ്. നെക്സ്റ്റ് എന്താണ്? അവിടെ താമസിക്കുന്നവർക്ക് സപ്പോർട്ട് കൊടുക്കും അല്ലേ? സപ്പോർട്ട് കൊടുക്കോ? പിന്തുണ നൽകും. എന്താണ്? ഗവൺമെന്റിൽ നിന്നുള്ള മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ അല്ലേ? അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ചെന്ന് കണ്ട് അവരെ സമാധാനിപ്പിക്കും. ഉണ്ടോ? നിങ്ങൾക്ക് ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാറുണ്ടോ? പിന്തുണ നൽകാറുണ്ട് അല്ലേ? ബ്ലഡ്, ഫുഡുകള്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ട്രയേജ് ആൻഡ് ട്രീറ്റ്മെന്റ്. അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ചിലർക്ക് എന്താണ്? എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവരുണ്ടാവുക അല്ലെ? അതല്ലെങ്കിൽ എന്താണ്? കൂടുതൽ എന്തെങ്കിലും ഇങ്ങനെ കേൾക്കുമ്പോൾ അവര് വീടുകൾ നഷ്ടപ്പെട്ടു അല്ലെ? അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് എന്ത് വരും? കൂടുതൽ അവർക്ക് മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ വരും അല്ലെ രോഗികൾക്ക്? അപ്പൊ അവർക്ക് വേണ്ട ട്രയേജും ട്രീറ്റ്മെന്റും നൽകുന്നു. നെക്സ്റ്റ് ഇവാക്വേഷൻ. അവരെ ഒഴിപ്പിച്ചിട്ടല്ലേ ഈ വക പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്? അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടല്ലേ? അതല്ലെങ്കിൽ വീണ്ടും ആ ഏരിയയിലെ ചില ആളുകൾ എന്ത് ചെയ്യും? എത്ര മുന്നറിയിപ്പ് കൊടുത്താലും അവിടെ നിന്ന് മാറില്ല അല്ലെ? അങ്ങനത്തെ ആൾക്കാരില്ലേ? മാറില്ല, അവരവിടെ തന്നെ താമസിക്കും അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം? ഇവാക്വേഷൻ നടത്തണം അല്ലെ? അവിടെ നിന്ന് ആളുകളെ നേരിട്ട് ചെന്ന് എന്ത് ചെയ്യും? ഒഴിപ്പിക്കും. അതിനുശേഷം എന്ത് ചെയ്യുക? ആ ബാധിത സമൂഹത്തിന് റിക്കവറി വേണം അല്ലെ? വീണ്ടെടുക്കണോ? തിരിച്ചവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അല്ലെ? അപ്പൊ റിക്കവറി. ക്ലിയർ ആയോ? അത് ഓരോന്നും ആ ഒരു രീതിയില്. ഓക്കെ, നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നീഡ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഇൻ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലില് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ കൊണ്ടുള്ള ആവശ്യം, നീഡ് എന്താണ്? ഹോസ്പിറ്റൽ പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ. എന്താണ്? ആരോഗ്യ പരിപാലന അടിസ്ഥാന സൗകര്യങ്ങളില് ആരാണ് കൂടുതൽ പ്ലേ ചെയ്യുന്നത്? റോൾ വഹിക്കുന്നത് ആരാ? പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാ ആരോഗ്യ സേവനങ്ങളില്? ഹോസ്പിറ്റൽ അല്ലെ? അപ്പൊ ഹോസ്പിറ്റലുകള് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൊരു ദുരന്തം ഉണ്ടായി, അപ്പൊ ആളുകൾക്ക് അപകടങ്ങൾ പറ്റി, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി, എങ്ങോട്ടാണ് നമ്മൾ ആദ്യം കൊണ്ടുപോകുന്നത്? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും അല്ലേ? അവർക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. എന്താണ്? ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറില് ഹോസ്പിറ്റലുകള് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ റെസ്പോൺസിബിൾ ഫോർ സേവിങ് ലൈഫ്സ്. ഹോസ്പിറ്റൽ എന്തിനുള്ള റെസ്പോൺസിബിൾ ആണ്? ഉത്തരവാദിത്തമുണ്ട്. ജീവൻ രക്ഷിക്കാൻ അല്ലെ? ലൈഫ് സേവ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട്. They also provide 24/7 emergency care service and hence the public receive its main resource for diagnosis,
treatment and follow up for both physical and psychological care. എന്താണ് അവർക്ക് ഈ ഡിസാസ്റ്റർ സംഭവിച്ചു അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമൂഹ ബാധിതർ അത് ബാധിച്ച ആളുകൾക്ക് എന്ത് ചെയ്യാൻ 24 മണിക്കൂർ അല്ലെ ആഴ്ചയില് 24x7 hours എമർജൻസി അടിയന്തര പരിചരണം നൽകുന്നു ഹോസ്പിറ്റലുകൾ. പിന്നെന്താണ് അതിനാൽ രോഗനിർണയത്തിനുള്ള പ്രധാന ഉറവിടങ്ങളായി രോഗനിർണയത്തിനും പിന്നെന്താണ് ട്രീറ്റ്മെന്റിനും ചികിത്സയ്ക്കും ഫോളോ അപ്പിനുള്ള പ്രധാന ഉറവിടമായി പബ്ലിക്കുകൾ എന്തിനെ സ്വീകരിക്കുന്നു? ഹോസ്പിറ്റലുകളെ സ്വീകരിക്കുന്നു അല്ലെ? ആണോ? ക്ലിയർ ആയോ അത്? ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറിലെ ആരോഗ്യ പരിപാലന അടിസ്ഥാന സൗകര്യങ്ങളില് ഹോസ്പിറ്റൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകൾ എന്താണ് ജീവൻ രക്ഷിക്കുക അല്ലെ ഉത്തരവാദിത്വമുള്ള ആളുകളാണ്. ആരാണ്? ഏജൻസി ആണ് ഹോസ്പിറ്റൽ. എന്താണ് ഹോസ്പിറ്റല് 24 മണിക്കൂർ ചെയ്യുന്ന എമർജൻസി സർവീസുകൾ അടിയന്തര സഹായങ്ങള് ആളുകൾക്ക് നൽകുന്നു. പിന്നെ എന്താണ് പേഷ്യൻസിന് അല്ലെ എന്താണ് രോഗനിർണയത്തിനും ഡയഗ്നോസിസിനും ട്രീറ്റ്മെന്റിനും ചികിത്സയ്ക്കും ഫോളോ അപ്പിനുള്ള കേന്ദ്രമായ റിസോഴ്സസ് മെയിൻ റിസോഴ്സ് ആയിട്ട് കേന്ദ്രമായിട്ട് പബ്ലിക്കുകൾ ജനങ്ങളെ എന്തിനെ സ്വീകരിക്കുന്നു? ഹോസ്പിറ്റലുകളെ സ്വീകരിക്കുന്നു. Hospital extend emergency care and hence when a disaster hits the society falls back upon the hospital to provide support in the form of emergency medical care. ശാരീരികവും മാനസികവുമായ പരിചരണവും ചികിത്സയും തുടർ നടപടികളുമാണ് ആശുപത്രികൾ അടിയന്തര പരിചരണം വിപുലീകരിക്കുന്നു. മിസ്സിന്റേതായിട്ട് പറഞ്ഞുതരാം. ഇത് വായിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് കുറച്ച് ഇതായിരിക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. എങ്ങനെയാണ് ഒരു ദുരന്തം ബാധിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എമർജൻസി കെയർ അല്ലേ? അടിയന്തര പരിചരണം അല്ലേ നൽകുന്നത്? ആണോ? ഒരു കമ്മ്യൂണിറ്റി ഒരു സൊസൈറ്റിനെ എന്താണ് ഡിസാസ്റ്റർ ഹിറ്റ് ചെയ്യാന്ന് അടിക്കുക അവരെ ബാധിക്കുന്നു. അപ്പൊ ഒരു കമ്മ്യൂണിറ്റിനെ ഒരു പെർട്ടിക്കുലർ സമൂഹത്തെ ഒരു ഏരിയയിലുള്ള ആളുകളെ ഡിസാസ്റ്റർ ബാധിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റല് അവർക്ക് വേണ്ട എമർജൻസി കെയർ നൽകുന്നു. ക്ലിയർ ആയോ? Upon the hospital to provide instant sector in the form of emergency medical care. എന്താണ് അവർക്ക് അടിയന്തര പരിചരണം ഹോസ്പിറ്റലിലെ എമർജൻസി കെയർ എന്ത് ചെയ്യുന്നുണ്ട്? എമർജൻസി അടിയന്തര പരിചരണം വികസിപ്പിക്കുന്നു അല്ലെ? ഇപ്പൊ ഒരു സമൂഹത്തെ ബാധിച്ചു കഴിഞ്ഞാൽ 1-2 ആളുകളാണ് അവിടെ വരുന്നത് അല്ല അല്ലെ? ഒരുപാട് ആളുകൾ കൊണ്ടുവരും. അപ്പൊ അവർക്ക് എമർജൻസി കെയർ എന്ത് ചെയ്യണം? എക്സ്റ്റെൻഡ് ചെയ്യണോ? വിപുലീകരിക്കണോ? ഒരു ബഡ്ജറ്റ് ടൈം അവർക്ക് ചിലപ്പോ 15, 20, 30 ആളുകൾക്ക് എമർജൻസി കെയർ കൊടുക്കേണ്ടി വരും അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലുകള് അവരുടെ എമർജൻസി കെയർ എക്സ്റ്റെൻഡ് ചെയ്യണം. ക്ലിയർ ആയത്? എങ്ങനെയാവാം? അവർക്ക് ഫിസിക്കൽ ആവാം, സൈക്കോളജിക്കലി ആവാം അല്ലേ? ഫിസിക്കലി ശാരീരികമായിട്ടുള്ളതാകാം, അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള ചികിത്സകളാവാം അല്ലെ? ചിലര് ദുരന്തം ബാധിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ, ആരെങ്കിലും എഫക്ട് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ എന്ത് പറ്റും? സ്വന്തം വീട്ടിലുള്ള 3 പേരെ ദുരന്തം കവർന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മാനസിക നില എങ്ങനെയായിരിക്കും? ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി പേടി വരില്ലേ? അവര് സൈക്കോളജിക്കലി മെന്റലി അവർ ഭയങ്കര ഡിപ്രസ്ഡ് ആവും അല്ലേ? അപ്പൊ അവർക്ക് എന്ത് വേണം? സൈക്കോളജിക്കലി കെയർ വേണം. അപ്പൊ അങ്ങനെയുള്ള കെയർ ഒക്കെ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഹോസ്പിറ്റലുകളിൽ നിന്ന്. Whenever a hospital or a health facility is met by a situation where it has to provide care to a large number of patients in time, which is beyond in a normal capacity, consists of disaster for the said hospital. എന്താണ്? ഒരു ഹോസ്പിറ്റലിലെ
ഒരു സിറ്റുവേഷൻ വരെയാണ് അവർ എന്താണ് അവിടുത്തെ വരുന്ന സിറ്റുവേഷൻ വേർ ഇറ്റ് ഹാസ് പ്രൊവൈഡ് കെയർ ടു എ ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ്. എന്താണ് അവിടെ അവർക്ക് നോർമൽ കപ്പാസിറ്റിയിൽ അവര് സാധാരണ രീതിയിലുള്ള കപ്പാസിറ്റിയിൽ ഇരുന്നുകൊണ്ട് അവർക്ക് എന്താണ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസ് അല്ലെ ഒരുപാട് പേഷ്യൻസിനുള്ള ചികിത്സ കൊടുക്കേണ്ടി വരുന്നു. അപ്പൊ എന്ത് പറ്റുന്നു? ഹോസ്പിറ്റൽ ഒരു ഡിസാസ്റ്റർ വരെയാണ് അല്ലെ, ഒരു ക്രൈസിസ് വരെയല്ലേ? ആണോ? അപ്പൊ ഒരു ദുരന്തം ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ ബാധിച്ചു കഴിഞ്ഞാല് എന്ത് പറ്റുന്നു? ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് ആളുകൾ ട്രീറ്റ്മെന്റിനുമായി വരുന്നു. അപ്പൊ അവർക്ക് എന്താണ് അവരുടെ നോർമൽ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ എന്താണ് ഒരുപാട് പേഷ്യൻസിന് ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് ഒരു ലിമിറ്റഡ് ടൈമിൽ ഒരു ചെറിയ ഒരു കുറച്ച് ടൈമിന്റെ ഉള്ളിൽ തന്നെ അവർക്ക് എന്താണ് ഒരുപാട് പേഷ്യൻസിന് വേണ്ട ട്രീറ്റ്മെന്റുകൾ ചികിത്സകൾ നൽകേണ്ടി വരുമ്പോൾ ഹോസ്പിറ്റലിൽ ഒരു ക്രൈസിസ് വരികയാണ്. എന്തിനാണ് അവർക്ക് ക്രൈസിസ് വരുന്നത്? ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ അവർക്ക് എന്ത് രീതിയിലാണ് ക്രൈസിസ് വരുന്നത്? ബെഡില്ല, പിന്നെ എന്താണ് സ്ഥലപരിമിതി, ഫുഡ് വരോ, മെഡിസിൻ, ഡോക്ടേഴ്സ്, നമ്പർ ഓഫ് ഡോക്ടേഴ്സ്, നഴ്സ്, എക്യുപ്മെന്റ്സുകൾ. ഓക്കെ, അപ്പൊ അവിടെ എന്തുവരെയാണ് ഒരു ക്രൈസിസ് വരുന്നു, ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ഫോം ചെയ്യുന്നു. എ ഡിസാസ്റ്റർ ഫോർ എ ഹോസ്പിറ്റൽ ഈസ് എ ടെമ്പററി ലാക്ക് ഓഫ് resources which is caused owing to sudden influx of unexpected patient load. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഡിസാസ്റ്റർ ദുരന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ ടെമ്പററി ലാക്ക് ഓഫ് റിസോഴ്സസ് അല്ലെ? എന്താണ്? റിസോഴ്സുകളുടെ വിഭവങ്ങളുടെ ഒരു താൽക്കാലിക ദൗർലഭ്യതയാണ് അല്ലെ? മെഡിസിനുകളുടെ, എക്യുപ്മെന്റ്സുകളുടെ, ബെഡുകളുടെ, സ്പേസുകളുടെ അല്ലെ? അപ്പൊ എന്താണ് ഒരു ടെമ്പററി സമയത്ത് ഒരു കുറച്ച് സമയത്തേക്ക് താൽക്കാലികമായിട്ട് അവർക്ക് റിസോഴ്സുകളുടെ ലാക്ക് വരുന്നതിനെയാണ് ഹോസ്പിറ്റലിൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. വിച്ച് ഈസ് കോസ്ഡ് ഓയിങ് ടു സഡൻ ഇൻഫ്ലക്സ് ഓഫ് അൺഎക്സ്പെക്ടഡ് പേഷ്യന്റ് ലോഡ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? അവര് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്താണ് ഒരുപാട് പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് കൊണ്ടാണ് ഹോസ്പിറ്റലില് ഡിസാസ്റ്റർ സംഭവിക്കുന്നത്. ക്ലിയർ ആയോ? അത് ഇൻഫ്ലക്സ് എന്ന് പറഞ്ഞാല് ഒഴുക്ക് എന്ന് വെച്ചാല് ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരുന്നു, ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അപ്പൊ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരുപാട് ഒരു 100-200 പേര് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എന്താണ് അവരുടെ റിസോഴ്സുകളുടെ അഭാവം വരുന്നു അല്ലെ, ദൗർലഭ്യത വരുന്നു അല്ലെ. അപ്പൊ എന്താണ് ഹോസ്പിറ്റലില് ഒരു ഡിസാസ്റ്റർ ഫോം ചെയ്യുന്നു. ക്ലിയർ ആയോ? അത് ക്ലിയർ ആണോ? ഇത്രയും ഭാഗം എല്ലാവർക്കും ഓക്കെ അല്ലേ? നെക്സ്റ്റ്, this hospital disaster management gives the opportunity to plan, prepare, and when need enables a rational response in the event of disaster or mass casualty incident. Hospital disaster management എന്ന് പറഞ്ഞാൽ എന്താണ്? gives the opportunity plan. എന്താണ്? ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു ദുരന്തം, മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ വൻ അപകടങ്ങൾ സംഭവിക്കില്ലേ? ഒരു വൻ അപകടം, ബോംബ് ബ്ലാസ്റ്റ് അല്ലെങ്കിൽ വൻ അപകടങ്ങൾ സംഭവിക്കുന്നതിനെയാണ് മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സുനാമി, ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു മാസ് കാഷ്വാലിറ്റി ട്രെയിൻ ആക്സിഡന്റ്, മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റോ അല്ലെങ്കിൽ ഒരു ഇവന്റോ സംഭവിച്ചു കഴിഞ്ഞാല് അതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ സാധിക്കും? അതിനു വേണ്ടി എന്താണ്? പ്ലാൻ ചെയ്യാല്ലേ, വേണ്ടേ? പ്രിപ്പയർ ചെയ്യാല്ലേ? പിന്നെ when needed enables a rational response. അതിനു വേണ്ട എന്താണ്? റെസ്പോൺസ് അല്ലെ, പ്രതികരണം അവര് നടത്തണം. അതിനെയാണ് എന്താണ്? അതാണ് ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഒരു മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു ഇവന്റ്, ഡിസാസ്റ്റർ ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ
അതിനെതിരെ ഇവർക്ക് എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ച് ഒരു പ്ലാൻ ചെയ്യുക, അത് പ്രിപ്പയർ ചെയ്യുക, തയ്യാറാക്കുക, അതിനുവേണ്ട റെസ്പോൺസ് ഏതൊക്കെ രീതിയിൽ അതിനോട് പ്രതികരിക്കണം എന്നതിനെ വേണ്ടി ഇവർ തയ്യാറാക്കുന്നതിനെയാണ് എന്താണ് ഒരു പ്ലാൻ തയ്യാറാക്കുന്നതിനെയാണ് ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആയോ? നെക്സ്റ്റ് അതിനെ കുറിച്ച് കുറെ പറയുന്നുണ്ട് കേട്ടാ. അതിൽ ആരൊക്കെ വരുന്നുണ്ട്? സ്റ്റാഫുകള്. ഇതിപ്പോ ഓക്കെ ആയോ? ഒന്നുകൂടി മിസ് പറഞ്ഞുതരാം. ഒരു മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? അവിടേക്ക് ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരും അല്ലേ? കൊണ്ടുവരുമോ? കൊണ്ടുവരും. അപ്പൊ അവർക്ക് എന്താ സംഭവിക്കുന്നേ? അവിടെ ഒരു ക്രൈസിസ് വരും അല്ലേ? റിസോഴ്സ്, മെഡിസിനുകളുടെ, എക്യുപ്മെന്റ്സുകളുടെ, ഡോക്ടേഴ്സിന്റെ വരും, നഴ്സുമാരുടെ സ്ഥലപരിമിതി വരും കേട്ടോ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇവരുടെ പ്ലാനുകൾ തയ്യാറാക്കുന്നതിനെയും അത് പ്രിപ്പയർ ചെയ്യുന്നതിനെയും അത് നടപ്പിലാക്കുന്നതിനെയുമാണ് ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? Okay. Next, disaster and mass casualty can lead to a great confusion and inefficiency in the hospital. ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു വൻ അപകടം ഉണ്ടായാൽ ഹോസ്പിറ്റലിനെ എന്തിലേക്ക് നയിക്കുന്നു? ഗ്രേറ്റ് കൺഫ്യൂഷൻ അല്ലെ? കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്കും കാര്യക്ഷമത ഇല്ലായ്മയിലേക്ക് നയിക്കുന്നില്ലേ? അറ്റ് എ ടൈം ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരും അല്ലെ? ആരെ ചെക്കപ്പ് ചെയ്യണം, ആർക്കുള്ള മെഡിസിൻ കൊടുക്കണം, ആരാദ്യം നോക്കണം അല്ലേ? അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസും എന്താണ് എഫിഷ്യൻസി കാര്യക്ഷമതയില്ലായ്മയും ഉണ്ടാവുന്നു. ക്ലിയർ ആയോ അത്? They can overwhelm the hospital resources, staff, space and or supplies. എന്താണ് ഈ ഇത് ഓവർകം ചെയ്യാനായിട്ട്, ഓവർവെം എന്ന് പറഞ്ഞാൽ മറികടക്കാനായിട്ട് എന്താണ് ഹോസ്പിറ്റലി എഫിഷ്യൻസി, ഈ കൺഫ്യൂഷൻസ് ആശയക്കുഴപ്പങ്ങള് മറികടക്കാൻ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം? റിസോഴ്സുകൾ അല്ലെ? ഹോസ്പിറ്റൽ റിസോഴ്സുകൾ വേണം, സ്റ്റാഫുകൾ വേണം, സ്പേസ് വേണം, പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസും വേണം, വിതരണങ്ങളും വേണം അല്ലെ? ക്ലിയർ ആവുന്നുണ്ടോ മിസ് പറയുന്നത്? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ്, സപ്ലൈസും വേണം. Lack of any tangible plan to fall back upon in time of disaster leads a situation where there are many sources of command, many leaders, and no united effort to solve the problem. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു, ഒരു കറക്റ്റ് രീതിയിൽ ടാൻജിബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ പ്ലാൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഫുൾ പ്രോബ്ലംസ്, പല രീതിയിലുള്ള ഒപ്പീനിയൻസ് വരും അല്ലെ? പല ആളുകളിൽ നിന്നുള്ള കമാൻഡുകൾ വരും. മെനി ലീഡേഴ്സ് വരും. അപ്പൊ എന്താണ്? ലാക്ക് ഓഫ് എനി എന്ത് ചെയ്യണമെന്നറിയാതെ പോകും അല്ലെ? ഓക്കെ. ലാക്ക് ഓഫ് എനി ടാൻജിബിൾ പ്ലാൻ, ഒരു വ്യക്തമായ പ്ലാന്റെ അഭാവം ഉണ്ടെങ്കിൽ, ലാക്ക് ഉണ്ടെങ്കിൽ, ഫോൾ അപ്പോൺ in times of disaster എന്താണ് ആ ഡിസാസ്റ്റർ എന്തിലേക്കാണ് നയിക്കുന്നത്? ടു എ സിറ്റുവേഷൻ, ഒരു അവസ്ഥ, ഒരു സിറ്റുവേഷനിലേക്ക് ഫോം ചെയ്യുന്നു. where there are many source of command, പല സ്ഥലങ്ങളിൽ നിന്നും പല ആളുകളിൽ നിന്നുള്ള കമാൻഡുകൾ വരും അല്ലെ? ആജ്ഞകള്, നിർദ്ദേശങ്ങൾ വരില്ലേ? ഇനി നമുക്ക് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെ? അവിടെ നീ പറഞ്ഞത് ശരിയല്ല, ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം. ഫുൾ ഓഫ് പ്രോബ്ലംസ് ആയിരിക്കും അല്ലെ അവിടെ? അപ്പൊ പല സോഴ്സ് ഓഫ് കമാൻഡ്, മെനി സോഴ്സ് ഓഫ് കമാൻഡ് വരും. മെനി ലീഡേഴ്സ്, നേതാക്കൾ വരും അല്ലെ? പല നേതാക്കൾ ഫോം ചെയ്യും അവിടെ. ആൻഡ് നോ യുണൈറ്റഡ് എഫേർട്ട് ടു സോൾവ് ദ പ്രോബ്ലം, നമുക്ക് ഒരുമിച്ച് ഒരു പ്രശ്ന പരിഹാരത്തിന് സാധിക്കാതെ വരുന്നു. ക്ലിയർ ആയോ അത്?
leads എന്താണ് no united effort to യൂണിറ്റി ഇല്ലാതെ വരും. അപ്പൊ എന്താണ് എന്ത് കാര്യം ചെയ്താലും ഒരു കറക്റ്റ് ഒരു സക്സസ് ആവില്ല അല്ലെ. പ്രോബ്ലംസ് ആയിരിക്കും, ഫുൾ ഓഫ് പ്രോബ്ലംസ് ആയിരിക്കും. അപ്പൊ എന്താണ് നമുക്ക് ഒരു ശരിയായ രീതിയിലുള്ള ഒരു പ്രശ്ന പരിഹാരത്തിന് സാധിക്കാതെ വരുന്നു. അല്ലെങ്കിൽ ഒരു കറക്റ്റ് രീതിയിലുള്ള ഡിസാസ്റ്റർ പ്ലാൻ ഉണ്ട്. ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ എന്താണ് ബാക്കിയുള്ള ആളുകൾ അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ മതി അല്ലെ. പ്രയത്നിച്ചാൽ പോരെ ആ പ്ലാൻ കറക്റ്റ് ആക്കുന്നതിന് വേണ്ടി, സക്സസ് ആക്കുന്നതിന് വേണ്ടി. അല്ലെ, നോ കമാൻഡ് നോ പ്രോബ്ലംസ്. എല്ലാവരും ആ പ്ലാൻ സക്സസ് ആക്കാൻ വേണ്ടി അതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി, പ്രാവർത്തികമാക്കിയാൽ മതി അല്ലേ. നെക്സ്റ്റ് സെന്റൻസ് അതാ പറയുന്നത്. Therefore, it is necessary that all hospital emergency plans have the primary feature. എന്താണ് അതുകൊണ്ട് എല്ലാ അതുകൊണ്ട് എല്ലാ ഹോസ്പിറ്റലുകളും എന്താണ് necessary that all hospital emergency plans വേണം have the equality, okay, have the primary feature of defining the command structure in their hospital and to extrapolate it to disaster scenario with well-defined job definitions once the disaster button is pushed. എന്താണ് ഒരു ഡിസാസ്റ്റർ ബട്ടൺ പുഷ് ചെയ്ത് കഴിഞ്ഞ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ ഹോസ്പിറ്റൽ എന്താണ് ഒരു കമാൻഡ് ഫോം ചെയ്യാണ് അല്ലെ, കമാൻഡ് സ്ട്രക്ചർ. അപ്പൊ എന്താ വെച്ചാൽ എല്ലാ ആളുകളും അവരുടെ പ്രവർത്തനങ്ങള് കറക്റ്റ് രീതിയിലാക്കുന്ന എക്സ്ട്രാ ഡിസാസ്റ്റർ സിനോറിയോ വിത്ത് വെൽ ഡിഫൈൻഡ് ജോബ് ഡെഫിനിഷൻ. എല്ലാ ആളുകളും അതിനു വേണ്ട മെത്തേഡുകൾ അല്ലെങ്കിൽ കൺക്ലൂഷൻസ് എന്താണ് ചെയ്യുന്ന എല്ലാ ആളുകളും അവർക്ക് പറഞ്ഞിരിക്കുന്ന പ്രവർത്തനങ്ങൾ ജോബ് ഡെഫിനിഷൻസ് കറക്റ്റ് രീതിയിൽ പ്രാവർത്തികമാക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ്? ഒരു ഹോസ്പിറ്റലില് ഒരു ഡിസാസ്റ്റർ പ്ലാൻ ഉണ്ട്. HOD പറയുന്ന പോലെ ചെയ്യും. ഓക്കെ, ഒരു ഡിസാസ്റ്റർ പ്ലാൻ ഉണ്ടെങ്കിൽ എന്താണ് ആ ഒരു ഡിസാസ്റ്റർ പ്ലാൻ ഒന്നുകൂടെ പറയാം. ഒരു ഹോസ്പിറ്റലില് കറക്റ്റ് രീതിയിലുള്ള ഒരു ഡിസാസ്റ്റർ പ്ലാൻ ഉണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് പറയുന്നത് therefore it is necessary that all hospital emergency plans എന്താണ് അതുകൊണ്ട് എല്ലാ ഹോസ്പിറ്റലിലും എന്താണ് പ്രൈമറി ഫ്യൂച്ചർ ആയിട്ട് സവിശേഷതയായിട്ട് എന്തുണ്ടായിരിക്കണം? ഹോസ്പിറ്റൽ എമർജൻസി പ്ലാനുകൾ ഉണ്ടായിരിക്കണം. അപ്പൊ എന്താണ് ഒരാള് ഡിസാസ്റ്റർ ബട്ടൺ ഈസ് പുഷ് ചെയ്യാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി ഇതിൽ കുറെ പറയുന്നുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ ക്രൈസിസുകൾ, പ്രോബ്ലംസ് ഒരു ബോക്സ് പറയുന്നുണ്ട്. കോഡ് ബ്ലൂ, കോഡ് റെഡ്, കോഡ് ഓറഞ്ച് അല്ലേ, അങ്ങനെ ഒരുപാട് കോഡ് പിങ്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ ക്രൈസിസ് ഉണ്ടാകുമ്പോഴും വീഡിയോ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴും എന്താണ് അതിന് വേണ്ട ഒരു ബട്ടൺ അലേർട്ട് കൊടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആളുകളെ അലേർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? അതിനു വേണ്ടി പ്രവർത്തിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ഫേസ് ഓഫ് ഡിസാസ്റ്റർ. ഡിസാസ്റ്ററിന്റെ ഫേസുകൾ ഏതെല്ലാമാണ്? ഘട്ടങ്ങൾ എന്തെല്ലാമാണ്? നമ്മ ഈ സ്വാതന്ത്ര്യം നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയാലോ, അപ്പൊ നമ്മൾ അതിനെ 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഇൻഡിപെൻഡൻസിന് മുമ്പുള്ളത് അല്ലെ, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളത് അല്ലെ, സ്വാതന്ത്ര്യത്തിന്റെ ആ ടൈമില്. പിന്നെന്താണ് സ്വാതന്ത്ര്യം കഴിഞ്ഞതിന് ശേഷമുള്ള ഇന്ത്യ അല്ലെ, അങ്ങനെയാണോ? സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ നമ്മ? അതേപോലെ ഡിസാസ്റ്ററിനെ നമ്മൾ 3 ഫേസുകളായി തിരിക്കുന്നുണ്ട്. ബിഫോർ ആഫ്റ്റർ തന്നെ. ഓക്കെ, പ്രീ ഡിസാസ്റ്റർ ഫേസ്. പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്താണ്? ഡിസാസ്റ്ററിന് മുമ്പുള്ള ഘട്ടം. ഓക്കെ, നെക്സ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. ആ ഡിസാസ്റ്റർ സംഭവിക്കുക ആ സമയത്ത്. നെക്സ്റ്റ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് എന്താണ്? ഡിസാസ്റ്ററിന് ശേഷമുള്ള ഘട്ടം. ഓക്കെ,
Pre-disaster phase, evaluate risk and training people before a disaster hits. എന്താണ് ഒരു പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ് മോസ്റ്റ് ഓഫ് ദ പെർഫോമൻസ്, മോസ്റ്റ് ഓഫ് ദ പ്രവർത്തനങ്ങളും നടക്കുന്നത് പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ്. ആ സമയത്താണ് എന്താണ് ഇവാലുവേറ്റ് റിസ്ക്. അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാകാം എന്ന് വിലയിരുത്തുന്നത്. ആൻഡ് ട്രെയിനിങ് പീപ്പിൾ ബിഫോർ എ ഡിസാസ്റ്റർ എന്താണ് അവിടുത്തെ പീപ്പിൾസിന്, ജനങ്ങൾക്ക് അതിനുവേണ്ട ട്രെയിനിങ്ങുകൾ, പരിശീലനങ്ങൾ നൽകുന്നു. നെക്സ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. ഡിസാസ്റ്റർ ഫേസ് എന്ന് പറഞ്ഞാൽ ദ പീരീഡ് വെൻ ഡിസാസ്റ്റർ ഈസ് ഡെവലപ്പിംഗ്. ഡിസാസ്റ്റർ വികസിപ്പിക്കുന്നു, ഡിസാസ്റ്റർ നടക്കുന്ന സമയമാണ് ഡിസാസ്റ്റർ ഫേസ്. നെക്സ്റ്റ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്, ഡിസാസ്റ്ററിന് ശേഷമുള്ള ഘട്ടം. ഫസ്റ്റ് പ്രീ ഡിസാസ്റ്റർ ഫേസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് നോക്കിയാൽ പ്ലാനിങ്, പ്ലാൻ ചെയ്യാം അല്ലെ. Most of the evaluation and planning is performed in the pre-disaster phase. The hospital plans are prepared. എന്താണ് most of the evaluation കൂടുതൽ വിലയിരുത്തൽ പ്രവർത്തനങ്ങളും പ്ലാനിങ്ങുകളൊക്കെ നടക്കുന്നത് പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ്. എന്താണ് അവർ പ്ലാൻ ചെയ്യാണ്, ഇങ്ങനൊരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും, അതിൽ നിന്ന് ആളുകളെ റിക്കവർ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണം, പിന്നെ എന്താണ് അവർക്ക് വേണ്ടി എന്തൊക്കെ ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ സാധിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ദ ഹോസ്പിറ്റൽ പ്ലാൻസ് ആർ പ്രിപ്പയർഡ്. ഹോസ്പിറ്റലില് അതിനുവേണ്ട പ്ലാനുകൾ തയ്യാറാക്കും. നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ. എന്താണ് പ്രിപ്പറേഷൻ ചെയ്ത് അവരിങ്ങനെ പ്ലാൻ തയ്യാറാക്കി, അവർ പ്ലാൻ തയ്യാറാക്കിയാൽ മാത്രം മതിയോ, അവർക്ക് ഇന്ന രീതിയിലൊക്കെ ചെയ്യാം എന്ന് പ്ലാൻ തയ്യാറാക്കിയാൽ മതിയോ? പോരാ അല്ലെ. അതെന്ത് ചെയ്യണം? റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ ആയിട്ട് തയ്യാറാക്കണം അല്ലെ. എല്ലാവരെയും ഇൻഫോം ചെയ്യുന്നത്, ഹോസ്പിറ്റലിലുള്ള എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടി റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ തയ്യാറാക്കണം വേണ്ടേ. ഇപ്പൊ ഒരു കമ്മിറ്റി കൂടി, ഒരു കമ്മിറ്റി, ഒരു 8 or 10 മെമ്പേഴ്സ് ഹോസ്പിറ്റലിലുള്ള ആളുകൾ കൂടി അത് പ്ലാൻ ചെയ്ത്, അപ്പൊ അവര് മാത്രമല്ലേ അറിയുള്ളൂ, ബാക്കിയുള്ള അവർക്ക് താഴെ വരുന്ന ആളുകൾ അറിയണ്ടേ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് അറിയണോ? ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷനില് ഇപ്പൊ മാനേജ്മെന്റ് കുറച്ച് ഡിസിഷൻ എടുക്കാണ്, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ, അത് നിങ്ങളോട് ഷെയർ ചെയ്താൽ മാത്രമല്ല റിട്ടേൺ ആയിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് മെസ്സേജ് വരണം അല്ലേ. എന്നാൽ മാത്രമല്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. എക്സാമിന് ഇന്ന ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ഇന്ന ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അല്ലെ, പിന്നെ ചാപ്റ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. എന്ത് ചെയ്യണം? നിങ്ങളെ റിട്ടേൺ ആയിട്ട് നിങ്ങളത് അറിയിക്കണം അല്ലേ. വേണോ? എന്താന്ന് പറയാത്തെ? ഓക്കെ. പ്രിപ്പറേഷൻ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ. എന്താണ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസാസ്റ്റർ മാനുവൽ തയ്യാറാക്കുക, റിട്ടേൺ എഴുതി തയ്യാറാക്കുക. The hospital disaster plan has to be written down in a document form. എന്താണ് ഹോസ്പിറ്റലിലെ ഡിസാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് അത് റിട്ടേൺ ആയിട്ട് ഒരു ഡോക്യുമെന്റ് ഫോമിൽ ഒരു രേഖ പോലെ തയ്യാറാക്കുക. ആൻഡ് കോപ്പീസ് ഓഫ് ദ സെയിം ഹാവ് ടു ബി അവൈലബിൾ ഇൻ ഓൾ ദ ഏരിയാസ് ഓഫ് ദി ഹോസ്പിറ്റൽ. എന്നിട്ട് ഇത് എന്ത് ചെയ്യുക? ഹോസ്പിറ്റലിലെ എല്ലാ ഏരിയാസിലും എന്താണ് അവൈലബിൾ ആക്കുക, അവർക്ക് ലഭ്യമാക്കുക അല്ലെ. ഇപ്പൊ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് ഒരു കുറെ ആളുകളെ കൊണ്ടുവന്ന് ഡോക്ടേഴ്സ് മാത്രം പ്രവർത്തിച്ചാൽ മതിയോ? ഡോക്ടേഴ്സിന് മാത്രം ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മതിയോ? പോരാ, എല്ലാ സ്റ്റാഫുകളും പ്രവർത്തിക്കണം. പിന്നെ നമുക്ക് എന്താണ് മെഡിസിനുകൾ മാത്രം ലഭിച്ചാൽ മതിയോ? മെഡിസിൻ റിസോഴ്സുകൾ മാത്രം ലഭ്യത മതിയോ? അല്ല, പോരാ അല്ലെ. എക്യുപ്മെന്റ്സുകൾ വേണം. ഒപിയിലെ ഔട്ട് പേഷ്യന്റ് ഒപിയിലെ ഫെസിലിറ്റീസ് മാത്രം ലഭിച്ചാൽ മതിയോ? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് വേണം അല്ലെ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വേണം, വാർഡ് വേണം, റൂമുകൾ വേണം, ICU വേണം, വെന്റിലേറ്റർ വേണം. വേണ്ടേ? എല്ലാവർക്കും പ്രവർത്തനങ്ങൾ ലഭിക്കേണ്ടേ അവർക്ക്?
അപ്പൊ ഈ ഡിസാസ്റ്റർ ഫാർമസിയിലെ വേണം. അപ്പൊ ഈ ഡിസാസ്റ്റർ മാനുവൽ പ്ലാനെ കുറിച്ച് എന്ത് ചെയ്യണം? എല്ലാവർക്കും ആ പ്ലാൻ പദ്ധതിയെ കുറിച്ച് മനസ്സിലാകണ്ടേ? ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ മനസ്സിലാകണോ? മനസ്സിലാകണോ? വേണം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇത് ഈ ഡിസാസ്റ്റർ റിട്ടേൺ മാനുവൽ എന്ത് ചെയ്യുക? എല്ലാ സ്ഥലങ്ങളിലേക്കും ലഭ്യമാക്കുക. ക്ലിയർ ആയോ? അത് ആരെണ്ണം എയും ബിയും ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് സി പറയുന്നത് സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഇതിനു വേണ്ടി എന്ത് ചെയ്യണം? ഇവർക്ക് ട്രെയിനിങ്ങുകൾ നൽകണം അല്ലേ? എഡ്യൂക്കേഷനും ട്രെയിനിങ്ങുകളും നൽകണോ? ഈ ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ, എങ്ങനെ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി എങ്ങനെ പ്രവർത്തിക്കാം എന്നതിനെ കുറിച്ച് അവർക്ക് എന്ത് ചെയ്യണം? അറിവും അതിനു വേണ്ട പരിശീലനങ്ങളും നൽകുക. It is very necessary for the staff to know about ഡെമോ ക്ലാസ്സുകൾ. ഓക്കെ, ഡെമോ ക്ലാസ്സുകൾ, മോക്ക് ഡ്രില്ലുകൾ കൊടുക്കുക അല്ലെ? ഇപ്പൊ സുനാമി അല്ല, ഫ്ലഡ് വന്നപ്പോ കൂടുതലായിട്ട് ഈ മത്സ്യത്തൊഴിലാളികൾ അവരെന്ത് വന്നു? വഞ്ചി കൊണ്ട് വന്നു അല്ലെ? ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയല്ലോ. ഗവൺമെന്റ് അവരെ വിളിച്ചു അല്ലെ? രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനായിട്ട് അവരെ വിളിച്ചോ? സിനിമ ഇറങ്ങിയിൽ കാണിക്കുന്നുണ്ടല്ലോ ശരിക്കും. നേവി വന്നു. എന്തുകൊണ്ടാണ് അവരെ വിളിച്ചത്? മിസ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് അവരെ വിളിച്ചത്? അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെ? ആക്ട് 4 അല്ലെ? അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെ? ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അവര് മീൻ പിടിക്കാൻ പോയി, വെള്ളത്തിൽ പോയി, അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് പരിചയമുണ്ട്. അപ്പൊ അവർക്ക് എന്താണ്? ഒഴുക്കിനെതിരെ അവർക്ക് പ്രവർത്തിക്കാനായിട്ട് അല്ലെ? ആളുകളെ രക്ഷിക്കുന്നതിനൊക്കെ സാധിക്കുന്നു. അതുകൊണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി പ്രവർത്തിക്കാനായിട്ട് സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കണം? ട്രെയിനിങ്ങുകൾ കൊടുക്കണം അല്ലെ? അപ്പൊ ഏതൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും, എന്തൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണ്? പ്രവർത്തിക്കാൻ സാധിക്കുന്നു അല്ലെ? ആണോ? കറക്റ്റ് രീതിയിൽ, ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. എന്താണ്? ഇറ്റ് ഈസ് വെരി നെസസറി ഫോർ ദ സ്റ്റാഫ് know about and get trained in using hospital disaster emergency manual. എന്താണ്? സ്റ്റാഫുകൾക്ക് എന്താണ് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ നൽകുന്നത്? അവർക്ക് ആ ഡിസാസ്റ്റർ മാനുവൽ അല്ലെങ്കിൽ എമർജൻസി പ്ലാനുകളെ കുറിച്ച് അറിയാനും അതിനുവേണ്ടി എന്താണ് എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് ട്രെയിനിങ്ങുകൾ നൽകുകയും ചെയ്യുന്നു. ഓക്കെ, ഡിസാസ്റ്റർ മാനുവൽ പ്ലാനുകൾ ഉപയോഗിച്ച് എന്താണ് അതിനെക്കുറിച്ച്, ആ പ്ലാനുകളെ കുറിച്ച് അവർക്ക് അറിയാനും അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ, പരിശീലനങ്ങളും നൽകുന്നു. റെഗുലർ സ്റ്റാഫ് ട്രെയിനിങ് ബൈ ആപ്റ്റ് ഡ്രിൽസ് ഷുഡ് ബി പെർഫോംഡ് ഇൻ ദിസ് ഫേസ്. റെഗുലർ ആയിട്ടുള്ള സ്റ്റാഫ് ട്രെയിനിങ്ങുകളും അവർക്ക് വേണ്ട ആപ്റ്റ് ആയിട്ടുള്ള ഉചിതമായിട്ടുള്ള ഡ്രിൽസുകളും കൊടുക്കുന്നത് ഈ പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ് അല്ലെ? ഇപ്പൊ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുമ്പോ ഈ ആളുകളെ കയറൊക്കെ കെട്ടി വലിച്ചു കൊണ്ടുവരാറുണ്ടോ? വെള്ളത്തിൽ നിന്ന് ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? അതൊക്കെ സിനിമകളിലൊക്കെ കാണിക്കുന്നുണ്ട് അല്ലെ? ഇങ്ങനെ ഒഴുക്കിൽ പെട്ട് പോകുന്ന ആളുകളെ ചെന്ന് കയറിൽ കെട്ടിയിട്ട്, അപ്പൊ ആ കയറ് കെട്ടുന്ന രീതിയില് പല രീതിയിൽ അത് കെട്ടാം. ടൈറ്റായിട്ട് കെട്ടുന്നത്, അവര് തിരിച്ച കയറ് ലൂസായി പോകാതിരിക്കാൻ കെട്ടുന്ന രീതികൾ പലതുണ്ട്. അപ്പൊ എന്തൊക്കെ അവർക്ക് അതിനുള്ള ട്രെയിനിങ്ങുകളൊക്കെ ലഭിക്കണോ? ഇവിടെ റോപ്പ് കെട്ടുന്നതിനുള്ള ട്രെയിനിങ്ങുകളൊക്കെ കിട്ടണം അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഡ്രിൽസ് വർക്കുകൾ അവർക്ക് ലഭിക്കുക. ക്ലിയർ ആയോ അത്? ഓക്കെ, once the disaster plan gets ready, എന്താണ് ആദ്യം ഈ ഡിസാസ്റ്റർ പ്ലാന് തയ്യാറായി കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് സ്റ്റേജ്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്?
would be the education and training of the staff of the hospital about the plan and specific role of each staff member in the event of a disaster. ഒരു ഡിസാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ ഡിസാസ്റ്റർ പ്ലാനുകളെ കുറിച്ച് അവിടെയുള്ള ഹോസ്പിറ്റലിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും വേണ്ടേ, ഹെഡ് മുതൽ ക്ലീനിങ് സ്റ്റാഫ് വരെ അല്ലെ, സെക്യൂരിറ്റി, ക്ലീനിങ് സ്റ്റാഫ്, താഴെയുള്ള സ്റ്റാഫുകൾക്ക് വരെ ട്രെയിനിങ്ങുകളും എഡ്യൂക്കേഷനും കൊടുക്കണം അല്ലെ. അപ്പൊ എന്താണ്, ഒരു ഡിസാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാല് അതിനെ കുറിച്ച് ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകൾക്കും ഓൾ സ്റ്റാഫ് മെമ്പേഴ്സിന് എന്താണ് അതിനുള്ള എഡ്യൂക്കേഷൻ അറിവും ട്രെയിനിങ്ങുകളും നൽകുക. ആ ഡിസാസ്റ്റർ ഇവന്റിനെ കുറിച്ചുള്ള ട്രെയിനിങ്ങുകളൊക്കെ നൽകുക. Most of the existing categories of health staff are needed to play a major role in the disaster management. Disaster management le hospital ipo nilavilulla ella staffukkalkku endanda oru pradhana panguണ്ട് le, major role ഉണ്ട് ഇല്ലേ. ആരെങ്കിലും ഒരാളാ അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമോ? ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രവർത്തനങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും മാറി നിൽക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, നിലവിലുള്ള ഹോസ്പിറ്റലില് ഇപ്പൊ നിലവിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും എന്താണ് ആ ഡിസാസ്റ്റർ മാനേജ്മെന്റില് പങ്കുകളുണ്ട്, പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ക്ലിയർ ആയോ അത്? all of them require to be ready for the necessary managerial and technical skill for effective and systematic management of the disease. എന്താണ്, എല്ലാവർക്കും എങ്ങനെയുള്ള ഇതാണ് ട്രെയിനിങ്ങുകളും എഡ്യൂക്കേഷൻ ആണ് നൽകേണ്ടത്. to be ready for the necessary managerial and technical skillകൾ എന്താണ്, ആ ഇവന്റുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യണം അല്ലെ, കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചും ടെക്നിക്കൽ ആയിട്ടുള്ള അല്ലെ സാങ്കേതികപരമായിട്ടുള്ള അറിവുകൾ സ്കില്ലുകളും നൽകണം. ഫോർ ദി ഇഫക്റ്റീവ് ആൻഡ് സിസ്റ്റമാറ്റിക് മാനേജ്മെന്റ് ഓഫ് ദി ഡിസാസ്റ്റർ എന്താണ്, കാര്യക്ഷമമായിട്ടുള്ളതും സിസ്റ്റമാറ്റിക് രീതിയിലുള്ള എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിലൂടെ അവിടെയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും എന്താണ് മാനേജറിയലും ടെക്നിക്കൽ സാങ്കേതികപരമായിട്ടുള്ള അറിവുകൾ സ്കില്ലുകൾ വർദ്ധിപ്പിക്കണം വേണ്ടേ. ഇപ്പൊ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് എന്താണ്, നമുക്ക് ഒരു ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലെ, ആ ഒരു ക്രൈസിസ് ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാം ഇല്ലേ. ഇപ്പൊ ഹോസ്പിറ്റലില് ഹൗ ടു ഹാൻഡിൽ, എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയാം അല്ലെ. ഇപ്പൊ നമുക്ക് അറിയുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ തൊണ്ടയില് ഭക്ഷണാവശിഷ്ടങ്ങൾ കുടുങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെന്നല്ലേ. നമുക്ക് വീഡിയോസ് ഡോക്ടേഴ്സ് അല്ലെ യൂട്യൂബിൽ പല വീഡിയോസ് കാണുന്നുണ്ട് ഇല്ലേ, ഉണ്ടോ? ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണ് അങ്ങനെ ഒരു ക്രൈസിസ് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ നൈബേഴ്സിന്റെ വീടുകളിൽ തന്നെ നമുക്ക് അങ്ങനെ ഒരു ക്രൈസിസ് വരാമോ? അപ്പൊ എന്താണ്, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനു വേണ്ടി പ്രവർത്തിപ്പിക്കാൻ പറ്റൂല്ലേ, പ്രാവർത്തികം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം പേടിച്ചു പോകൂലേ, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആകെ ടെൻഷനായി പോകും. ആണോ? ഓക്കെ. അപ്പൊ ഇതില് പറയുന്നത് എന്താണ്, ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് രീതിയിലുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ആണെങ്കിൽ എന്താണ്, അവിടെയുള്ള സ്റ്റാഫുകൾ എന്താണ് മാനേജറിയലും അല്ലെ ആ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അത് കൈകാര്യം ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലും അവരെ ടെക്നിക്കലായിട്ട് സാങ്കേതികപരമായിട്ട് സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു. A hypothetical disaster drill is used to perfect a hospital response to a particular emergency situation. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ഡ്രില്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, ടു പെർഫെക്റ്റ് എ ഹോസ്പിറ്റൽ റെസ്പോൺസ് ടു എ പെർട്ടിക്കുലർ എമർജൻസി സിറ്റുവേഷൻ. അങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റ് പെർഫെക്റ്റ് ആയ രീതിയിൽ നല്ല രീതിയിൽ അതിന്റെ റെസ്പോൺസ് പ്രതികരണം ഹോസ്പിറ്റലിൽ ഉറപ്പാക്കാൻ സാധിക്കുന്നു. ഇപ്പൊ
മോക്ക് ഡ്രില്ല്, ഹൈപ്പോത്തറ്റിക്കൽ മോക്ക് ഡ്രില്ലുകൾ എന്ന് പറഞ്ഞാല് സാങ്കല്പികമായ ഡ്രിൽ വർക്കുകൾ എന്ന് വെച്ചാൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ആദ്യം ട്രെയിൻ ചെയ്യിക്കാണ്. ഇപ്പൊ ഈ കേസുകൾ തെളിയിക്കില്ലേ, ഫോർ എക്സാമ്പിൾ പോലെ പറയുന്നതാണ്, ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോ ഡമ്മികൾ ഉപയോഗിച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഡമ്മികൾ ഉപയോഗിച്ച് ഒരു മോളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അല്ലെ ഇത്ര അകലത്തിൽ ചെന്ന് വീഴാം, കണ്ടിട്ടുണ്ടോ? സേതുരാമയ്യ CBI അതിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുവഴി അവർക്ക് കേസ് തെളിയിക്കാം അല്ലെ. ആ ഫിലിമിൽ കണ്ടിട്ടില്ലേ? ഡമ്മി ഉപയോഗിച്ച്. അപ്പൊ അതേപോലെ ഇങ്ങനെയുള്ള ഹൈപ്പോത്തറ്റിക്കൽ ഡ്രില്ലുകൾ എന്താണ്, സാങ്കല്പികമായിട്ടുള്ള ഡ്രിൽ വർക്കുകൾ ചെയ്യുന്നതിലൂടെ എന്താണ് ആ ഒരു ക്രൈസിസ്, ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നു അല്ലെ. ആണോ? ഓക്കെ ആയോ? അത് ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. ഇപ്പൊ B.Ed പഠിക്കുന്ന സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നുണ്ട്? മോക്ക് ടീച്ചിങ് അല്ലെ, ഡെമോ ക്ലാസ്സുകൾ അവരെടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ആ ഡെമോ ക്ലാസ്സുകളൊക്കെ അവരെടുക്കുന്നത്? ഒരു ഡെമോ പോലെ അവിടെ ഇരിക്കുന്ന കുറച്ച് ടീച്ചേഴ്സിന്റെ മുമ്പിൽ അവർ ഡെമോ ക്ലാസ് എടുക്കും. അവർ ആ പേടി മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെ, ഫസ്റ്റ് ടൈം അവരുടെ സ്റ്റുഡൻസിന്റെ അടുത്ത് പോയി അത്രയും സ്റ്റുഡൻസിന് ഒരു എക്സ്പീരിയൻസ് ആയി അല്ലേ. അപ്പൊ എന്താണ് അത്രയും ടീച്ചേഴ്സിന്റെ മുമ്പിൽ അവർ ഒരു മോക്ക് ക്ലാസ് എടുത്ത് കഴിയുമ്പോ, ഡെമോ ക്ലാസ് എടുക്കുമ്പോ അവർ കുറച്ച് എക്സ്പീരിയൻസ് ആയി. പിന്നെ അവർക്ക് എന്താണ് മറ്റുള്ള കുറെ പിള്ളേരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ അവരൊരു ടെൻഷനോ ഒരു പേടിയോ അല്ലെ ഒന്നുമില്ലാണ്ട് നല്ല കോൺഫിഡൻസ് ആയിട്ട് ക്ലാസ് എടുക്കാൻ, കൂടുതൽ എഫക്റ്റീവായി അല്ലെ, കാര്യക്ഷമമായി ക്ലാസ് എടുക്കാൻ പറ്റും അവർക്ക്. പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഹൈപ്പോത്തറ്റിക്കൽ ഡ്രിൽ വർക്കുകൾ ചെയ്യുന്നതിലൂടെ എന്താണ് അവർക്ക് കൂടുതൽ എഫക്റ്റീവായി അല്ലേ, കാര്യക്ഷമമായി ആ പർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ഓക്കെ ആയോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? An effective disaster drill has to be realistic, interactive and moderately stressful for the participants. ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യക്ഷമമായിട്ടുള്ള ഡിസാസ്റ്റർ ഡ്രില്ലുകളാണ് ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെയുള്ളതായിരിക്കും? റിയലിസ്റ്റിക്, യാഥാർത്ഥ്യബോധമുള്ളതും, ഇന്ററാക്റ്റീവ്, എന്താണ് സംവേദനാത്മകത പോലെ സംവേദനാത്മകവും, എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സംസാരിച്ച് ക്ലാരിഫൈ ചെയ്ത് ചെയ്യാൻ പറ്റുന്നതും, പിന്നെ എന്താണ് മോഡറേറ്റ്ലി സ്ട്രെസ്ഫുൾ, എന്താണ് സ്ട്രെസ് ഇല്ലാത്ത രീതിയിലും ഉള്ളതായിരിക്കും, മിതമായ സമ്മർദ്ദമുള്ളതായിരിക്കും. നമ്മൾ നല്ല രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവോ? നമ്മ എക്സാം എഴുതാണ്, നമുക്ക് മിക്ക ക്വസ്റ്റ്യനും അറിയാം, നമ്മ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവോ? സ്ട്രെസ് ഉണ്ടാവോ? ഇല്ല അല്ലെ. അപ്പൊ എന്താ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡിസാസ്റ്റർ ആണ് അവർക്ക് കൊടുത്തതെങ്കിൽ ആ പർട്ടിക്കുലർ സിറ്റുവേഷൻ കഴിയുമ്പോൾ അവർക്ക് എന്താണ് യഥാർത്ഥ ബോധ്യം ഉണ്ടാവും അല്ലെ. ഇന്ന സിറ്റുവേഷൻ അല്ലെ ഇന്ന രീതിയിൽ നമുക്ക് ചെയ്യാം ഇല്ലേ, ഉണ്ടാവോ? റിയലിസ്റ്റിക് യാഥാർത്ഥ്യ ബോധം ഉണ്ടായിരിക്കും എങ്ങനെയൊക്കെ ചെയ്യാമെന്നതിനെ കുറിച്ച്. ഇന്ററാക്റ്റീവ് ആയിരിക്കും, പിന്നെ എന്താണ് മോഡറേറ്റിൽ അവർക്ക് എന്താണ് സമ്മർദ്ദമില്ലാത്ത രീതിയിൽ അല്ലെ, മിതമായ സമ്മർദ്ദമുള്ളത് ആയിരിക്കും ആ അതിൽ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസിന്. ആരൊക്കെയാണ് ആ പ്രവർത്തനങ്ങളിൽ ഉൾക്കൊള്ളുന്നതെങ്കിൽ അവർക്ക് എന്താണ് യാഥാർത്ഥ്യബോധത്തോടു കൂടി കറക്റ്റ് രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നു. പിന്നെന്താണ് സംവേദനാത്മകവും എന്ന് വെച്ചാല് നല്ല രീതിയിൽ കോപ്പറേറ്റീവ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കോപ്പറേറ്റീവ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നു. മോഡറേറ്റ്ലി സ്ട്രെസ്ഫുൾ, മിതമായ
സമ്മർദ്ദമുള്ളതുമാകുന്നു. The objectives of mock drill is to assess the emergency preparedness plan of the organization and scrutinize standard operation procedures so that the concerned person would perform their duties in an effective manner while keeping in cognizance of life and property. എന്താണ് ഒരു മോക്ക് ഡ്രില്ലിന്റെ ലക്ഷ്യം എന്താണ് ഓർഗനൈസേഷൻ, അതായത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് ഹോസ്പിറ്റൽ ആണ് അല്ലെ. ആ ഹോസ്പിറ്റലിന്റെ എമർജൻസി അടിയന്തര തയ്യാറെടുപ്പ് പ്ലാൻ വിലയിരുത്തുക. അതെന്താണ് സ്റ്റാൻഡേർഡ് അല്ലെ, അവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആക്കുക അല്ലെ, നിലവാരമുള്ളതാക്കുക, സൂക്ഷ്മമായി പരിശോധിച്ച് അതുവഴി എന്താണ് അതുമായി ബന്ധപ്പെട്ട ആൾക്ക് ആ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് എന്താണ് ജീവനും അവരുടെ സ്വത്തിനും അവർക്ക് യാതൊരു രീതിയിലുള്ള പരിക്കുകളും പറ്റാത്ത രീതിയിൽ എന്താണ് അവർക്ക് കൊടുക്കുന്ന ചുമതലകൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫലപ്രദമായി കാര്യക്ഷമമായി പ്രാവർത്തികമാക്കാൻ പറ്റും. ക്ലിയർ ആയോ? മിസ് സിമ്പിളാക്കി പറഞ്ഞുതരാം. ഒരു മോക്ക് ഡ്രില്ലിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ഇപ്പൊ കറക്റ്റ് രീതിയിലുള്ള മോക്ക് ഡ്രില്ലുകൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും അറിയാൻ പറ്റും അല്ലെ, അവരുടെ ജീവന് ഭീഷണി ഉണ്ടാവും അറിയാൻ പറ്റുമല്ലോ. അപ്പൊ കറക്റ്റ് രീതിയിലുള്ള മോക്ക് ഡ്രിൽ ആണെങ്കിൽ അവർക്ക് അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അവരെന്ത് ചെയ്യും, അങ്ങനെ അപകടങ്ങളൊന്നും ഇല്ലാതെ അവരെ ജീവനും സ്വത്തിനും അവർക്ക് യാതൊരു അപകടങ്ങളും ഇല്ലാതെ എന്താണ് അവര് നിർവഹിക്കേണ്ട ചുമതലകൾ അവർക്ക് കൊടുത്തിരിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് എന്താണ് സക്സസ്ഫുൾ ആയിട്ട് അല്ലെ കറക്റ്റ് രീതിയിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? ബാക്കി എല്ലാവർക്കും ക്ലിയർ ആയോ? ടോമ് പോയോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഒരു കറക്റ്റ് രീതിയിലുള്ള ഒരു മോക്ക് ഡ്രില്ലാണ് അവർക്ക് കൊടുക്കുന്നതെങ്കിൽ എന്താണ് അവർക്ക് അവരിലേക്ക് ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ അവർക്ക് കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് കറക്റ്റ് രീതിയിൽ ഇപ്പൊ നമുക്ക് കുറെ മോക്ക് ഡ്രില്ലുകൾ ഉണ്ട്, നമുക്ക് കുറെ മോക്ക് എക്സാം വരാറുണ്ടോ? ഓക്കെ, എക്സാം ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് എക്സാമിലെ 5 ക്വസ്റ്റ്യൻ വെച്ചിട്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ മോഡൽ എക്സാം അല്ലെങ്കിൽ നിങ്ങളുടെ പബ്ലിക് എക്സാമിനുള്ള കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയാണോ ചെയ്യുന്നത്? ആണോ? നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, ഓരോ ചാപ്റ്ററിൽ നിന്നും ഇന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം അല്ലേ. നമുക്ക് ആ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. എന്താണ് കറക്റ്റ് രീതിയിലുള്ള മോക്ക് ഡ്രില്ലുകള് മോക്ക് വർക്കുകളാണ് ഈ സ്റ്റാഫുകൾക്ക് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് നൽകുന്നതെങ്കിൽ അവർക്ക് എന്താണ് അവർക്ക് കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങള് അവർക്ക് യാതൊരു പരിക്കുകളോ അപകടങ്ങളോ കൂടാതെ അവർക്ക് എന്താണ് ഫലപ്രദമായി ചെയ്യാൻ സാധിക്കുന്നു. ക്ലിയർ ആയില്ലേ? അത് നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ട്രെയിനിങ് ഫോർ പ്രിപ്പയർഡ്നെസ് ഷുഡ് ഇൻക്ലൂഡ്. എന്താണ് ഈ ട്രെയിനിങ്ങിനുള്ള തയ്യാറെടുപ്പില് എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? തയ്യാറെടുപ്പിന് ഈ ഇങ്ങനെയുള്ള ഇൻസിഡന്റ് സംഭവിച്ചാല് അതിനുവേണ്ട പരിശീലനങ്ങളിൽ തയ്യാറെടുപ്പിനുള്ള പരിശീലനങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ്
ഉൾപ്പെടുത്തേണ്ടത്. സ്ക്രൂട്ടിനൈസ് എന്നാണ് സൂക്ഷ്മ പരിശോധന. അതായത് അവർ കറക്റ്റ് രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നു സൂക്ഷ്മ പരിശോധന. ഓക്കെ, ട്രെയിനിങ് ഫോർ പ്രിപ്പയർഡ്നെസ് ഷുഡ് ഇൻക്ലൂഡ് എന്തൊക്കെ കാര്യം? ഇഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം ഫോളിംഗ് ഡിബ്രിസ് എന്ന് വെച്ചാൽ മുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളൊക്കെ വീഴുമല്ലോ, എന്തെങ്കിലും ബിൽഡിങ് ഇതാവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും വാതക ചോർച്ച ഉണ്ടാവാണ്, അപ്പൊ മുകളിൽ നിന്ന് അവശിഷ്ടങ്ങൾ വീഴോ? തീപിടുത്തം ഉണ്ടാവാം അല്ലെ? അപ്പൊ എന്താ? മുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ വീഴും അല്ലെ? വീഴുന്ന അവശിഷ്ടങ്ങൾ അതിൽ നിന്ന് എന്താണ് പ്രൊട്ടക്ഷൻ ചെയ്യാനായിട്ട്, അവരെ സംരക്ഷിക്കാനായിട്ട് അവർക്ക് എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, പ്രോംപ്റ്റ് റെസ്ക്യൂ ഓഫ് ദി വൂണ്ടഡ് എന്താണ്? പരിക്കേറ്റവരെ ഉടനടി പെട്ടെന്ന് തന്നെ ചികിത്സിക്കണം. അതിന് വേണ്ട ട്രെയിനിങ്ങുകൾ നൽകിയിട്ടുണ്ടായിരിക്കണം. ട്രയേജ് ഓഫ് ദി വൂണ്ടഡ് എന്താണ്? പരിക്കേറ്റവർക്ക് ട്രയേജ് കൊടുക്കണം അല്ലെ? അവരെ സോർട്ട് ചെയ്ത് അവരെ തരം തിരിച്ച് ഓരോരുത്തർക്കും വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുക അല്ലെ? അപ്പൊ ട്രയേജിന് വേണ്ട പരിശീലനങ്ങൾ നൽകണം. റെസസിറ്റേഷൻ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഫോർ ഇൻജേർഡ് വിക്ടിം എന്താണ്? ഇഞ്ചറി പറ്റിയിട്ടുള്ള പരിക്കേറ്റവർക്ക് നൽകേണ്ട പ്രാഥമിക ചികിത്സ, പുനരുജ്ജീവന ചികിത്സയ്ക്കും അല്ലെ? റെസസിറ്റേഷനും പ്രാഥമിക ചികിത്സയ്ക്കും വേണ്ട ട്രെയിനിങ്ങുകൾ അത് കൊടുക്കുന്നതിനുള്ള ട്രെയിനിങ്ങുകൾ ആരും ലഭിച്ചിട്ടുണ്ടായിരിക്കണം? സ്റ്റാഫുകൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ? പ്രൊപ്പോസിഷൻ ഓഫ് റിലീഫ് സപ്ലൈസ് എന്താണ്? റിലീഫ് സപ്ലൈ ചെയ്യുന്ന ദുരിതാശ്വാസ സാമഗ്രികളുടെ മുൻകരുതലുകൾ. എന്തൊക്കെ കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ വേണ്ടത്? സർജിക്കൽ എക്യുപ്മെന്റ്സുകൾ അല്ലെ? ശസ്ത്രക്രിയാ ഉപകരണങ്ങള്, എസെൻഷ്യൽ ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള മെഡിസിനുകള്, ബ്ലാങ്കറ്റുകള്, അങ്ങനെയുള്ള റിലീഫ് സപ്ലൈസിന്റെ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടായിരിക്കണം. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടെമ്പററി വാട്ടർ സപ്ലൈ എന്താണ്? ടെമ്പററി ആയിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള വാട്ടർ സപ്ലൈ ജലവിതരണം സ്ഥാപിക്കണം. അലോക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഡിഫറെന്റ് റിലീഫ് ആക്ടിവിറ്റീസ് എന്താണ്? വിവിധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ചുമതലകൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം, വിഭജിച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കണം ഓരോരുത്തർക്കും. ക്ലിയർ ആയോ? ഇതിനൊക്കെ ഉള്ള ട്രെയിനിങ്ങുകൾ നൽകിയിട്ടുണ്ടായിരിക്കണം സ്റ്റാഫുകൾക്ക്. അതെന്താണ്? ഫോളോയിങ് ടിപ്സ് വീഴുന്ന അവശിഷ്ടങ്ങളിൽ നിന്ന് എന്താണ് അവർക്ക് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എങ്ങനെ നൽകാം, എങ്ങനെ ലഭിക്കാം എന്നതിനെ കുറിച്ചുള്ള ട്രെയിനിങ്ങുകൾ, എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് എന്താണ്? പരിക്കേറ്റ ഒരു ഉടൻ എങ്ങനെ രക്ഷിക്കാം അല്ലെ? പ്രോംപ്റ്റ് റെസ്ക്യൂ ഓഫ് ദി വൂണ്ടഡ് പരിക്കേറ്റവരെ ഉടൻ രക്ഷിക്കാനുള്ള ട്രെയിനിങ്ങുകൾ എന്താണ്? വൂണ്ടായി പരിക്കേറ്റവർക്ക് ട്രയേജ് കൊടുക്കാനുള്ള പരിശീലനങ്ങള്. പിന്നെ എന്താണ്? ഇഞ്ചറി പറ്റിയവർക്ക് എന്താണ്? റെസസിറ്റേഷൻ അല്ലെ? പുനരുജ്ജീവന പ്രവർത്തനങ്ങളും CPR പോലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്. ഫസ്റ്റ് എയ്ഡ് നൽകുന്നതിനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക. പിന്നെ എന്താണ്? റിലീഫ് സപ്ലൈസിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എടുക്കാൻ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് വേണ്ടി അവര് എന്തൊക്കെ കളക്ട് ചെയ്യേണ്ടി വരും അല്ലെ? സർജിക്കൽ എക്യുപ്മെന്റുകൾ വേണ്ടി വരും കൂടുതലായിട്ട്, എസെൻഷ്യൽ മെഡിസിൻ വേണ്ടി വരും, ബ്ലാങ്കറ്റുകൾ വേണ്ടി വരും. പിന്നെ എന്താണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടെമ്പററി വാട്ടർ സപ്ലൈ അല്ലെ? അവർക്ക് കൂടുതലായി എന്ത് വേണ്ടി വരും? വെള്ളം വേണ്ടി വരും അല്ലെ? വാട്ടർ വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള വാട്ടർ സപ്ലൈസ് ടെമ്പററി ആയിട്ട് അവർക്ക് കൂടുതൽ വാട്ടർ സപ്ലൈസ് വേണം. അതിനുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നതിനെ കുറിച്ച്. പിന്നെ എന്താണ്? ഡിഫറെന്റ് റിലീഫ് ആക്ടിവിറ്റീസുകൾ ഓരോ ആളുകൾക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയോ മിസ് എടുത്ത് ഇത്രയും ഭാഗങ്ങള്? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.